ഹലോ ഫ്രണ്ട്സ്, സെലീസ് കുക്ക് ബുക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയായ ഉപ്പുമാ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സ്റ്റൗവിൽ ഒരു കടായി വെച്ചതിന് ശേഷം കടായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 1.5 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. 300 ml ഗ്ലാസ്സിലാണ് 1.5 ഗ്ലാസ് റവ എടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ. പിന്നെ റോസ്റ്റ് ചെയ്ത റവ വാങ്ങിക്കാൻ കിട്ടും. അതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്കുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സവാളയുടെ പീസ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ ഒരു ചുവന്ന മുളക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഇത് നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കാണും. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ചെരുവിയ തേങ്ങയാണ്. ഇതൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉപ്പുമാവിന്. പിന്നെ ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കടുക്, പിന്നെ ഓയിൽ അത്യാവശ്യം വേണം കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടത്. സ്റ്റൗവിൽ കടായി വെച്ചതിന് ശേഷം ചൂടായ ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായാൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അപ്പോൾ നല്ല ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കും. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിന്. ഇതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതാക്കി കട്ട് ചെയ്ത് സവാള ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ വഴറ്റിയെടുക്കണം. ഉള്ളിലൊക്കെ നല്ല പോലെ വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം നല്ല പോലെ വഴന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ വെജിറ്റബിൾസും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കും ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നല്ല മിക്സ് കഴിഞ്ഞ് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. അതിനുശേഷം നല്ല പോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് റവ ഇട്ട് കൊടുക്കാം. ഈ റവയും ചേർത്ത് നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം. നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി അടച്ച് വെക്കണം. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. അപ്പോൾ ഏകദേശം ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പം ഉപ്പുമാവ് വെള്ളമൊക്കെ നല്ല വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ ഉപ്പുമാവ് റെഡിയായി നല്ല ചൂടുള്ള ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. നമുക്ക് പെട്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് അത്യാവശ്യം ഓയിൽ വേണം. അപ്പോഴേ നല്ല സോഫ്റ്റ് ആകുള്ളൂ റവ. ഇതുപോലെ ഈസി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം.